എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ജോസി ജോസഫ് കടന്തോട്ട്, കൊല്ലം ജില്ലയിലെ പുനലൂർ സ്വദേശി. ദൃശ്യമാധ്യമത്തിലെ എൻ്റെ ഒരു പ്രഥമ സംരംഭം ഇവിടെ അവതരിപ്പിക്കുകയാണ്. വത്തിക്കാൻ സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യാത്രാ വിവരണമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സാധാരണയായ ചില പ്രദേശങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് ചരിത്രം ഉറങ്ങുന്ന സ്ഥലം. എന്നാൽ ചരിത്രം ഉണർന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു കൊച്ചു രാജ്യമാണ് വത്തിക്കാൻ. ചരിത്രം, വാസ്തുശാസ്ത്രം, കല, സംസ്കാരം, ആധ്യാത്മികത എന്നിവയുടെ ഒരു അക്ഷയ ഖനിയാണ് വത്തിക്കാൻ. ഇറ്റലിയുടെ ഭരണാധികാരി ബെനീറ്റോ മുസോളിനി 1929 പിയൂസ് 11 മാർപ്പാപ്പയുമായുള്ള ഉടമ്പടി പ്രകാരമാണ് വത്തിക്കാൻ ഒരു സ്വതന്ത്ര രാജ്യമായത്. വത്തിക്കാൻ്റെ പരമാധികാരിയും രാഷ്ട്രത്തലവനും മാർപ്പാപ്പയാണെങ്കിലും അനുദിന ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നത് പ്രസിഡന്റ് ഓഫ് പൊന്തഫിക്കൽ കമ്മീഷൻ ഓഫ് വത്തിക്കാൻ സ്റ്റേറ്റ് ആണ്. മാർപ്പാപ്പ നിയമിക്കുന്ന അദ്ദേഹം പ്രസിഡന്റ് ഓഫ് ഗവർണറേറ്റ് എന്നറിയപ്പെടുന്നു. വത്തിക്കാൻ ഗവൺമെൻറ് തലവനാണ് അദ്ദേഹം. വത്തിക്കാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി ഒരു വനിതയെ മാർപ്പാപ്പ ഇപ്പോൾ നിയമിച്ചിരിക്കുകയാണ്. സിസ്റ്റർ റഫേല്ല പെത്രീനിയെ മാർച്ച് മാസം പുതിയ സ്ഥാനമേറ്റെടുക്കും. റോം സ്വദേശിനിയായ സിസ്റ്റർ ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് യൂക്കരിസ്റ്റ് FSC സഭാംഗമാണ്. ഇതുകൂടാതെ റോമൻ കൂരിയായിലെ ഒരു സുപ്രധാന ഡിപ്പാർട്ട്മെൻറ്റ് തലവനായി മലയാളിയായ കർദിനാൾ ജോർജ് കൂവക്കാടിനെ ഇപ്പോൾ മാർപ്പാപ്പ നിയമിച്ചിരിക്കുകയാണ്. മതാന്തര സംവാദങ്ങൾക്കായുള്ള കാര്യാലയത്തിൻ്റെ പ്രിഫക്റ്റായാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത്. ചുറ്റിലും ഇറ്റലിയുടെ റോമ പട്ടണവുമായി ഏതാണ്ട് 3.5 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന വത്തിക്കാൻ്റെ വിസ്തീർണം വെറും 120 ഏക്കറും ജനസംഖ്യ 1000-ൽ താഴെയുമാണ്. 179 രാജ്യങ്ങളുമായി വത്തിക്കാന് നയതന്ത്ര ബന്ധമുണ്ട്. കൊച്ചിൻ വിമാനത്താവളത്തിൽ നിന്ന് വത്തിക്കാനിലേക്കുള്ള ദൂരം ഏതാണ്ട് 7100 കിലോമീറ്ററാണ്. കത്തോലിക്ക സഭയുടെ ആത്മീയ ആചാര്യനായ മാർപ്പാപ്പയുടെ ആസ്ഥാനം എന്ന നിലയിൽ മാത്രമല്ല വത്തിക്കാൻ നമ്മെ മാടി വിളിക്കുന്നത്. ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും, ഏത് മതത്തിലുള്ളവർക്കും, ഏത് രാഷ്ട്രീയ ചിന്താഗതിക്കാർക്കും, ഏത് ദേശക്കാർക്കും, ഏത് പ്രായക്കാർക്കും, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും, നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും വത്തിക്കാൻ ഒരു വലിയ അനുഭവമാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. ക്രൈസ്തവ ചരിത്രത്തിൻ്റെയും മനുഷ്യ സംസ്കാരത്തിൻ്റെയും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം അനാവരണം ചെയ്യുന്ന വത്തിക്കാൻ മ്യൂസിയം, മൈക്കിൾ ആഞ്ചലോയുടെ കരവിരുതിൽ ലോകത്തെ വിസ്മയിപ്പിച്ച കലാസൃഷ്ടികൾ കൊണ്ട് നിറച്ച സിസ്റ്റൈൻ ചാപ്പൽ, 25-ൽ പരം മാർപ്പാപ്പമാരുടെ നേതൃത്വത്തിൽ 15-ൽ പരം ലോകോത്തര കലാകാരന്മാർ 120 വർഷമെടുത്ത് പണിതുയർത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ ദേവാലയമായ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക, ആഗോള കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മാർപ്പാപ്പയുടെ താമസ സ്ഥലവും ഓഫീസ് സമുച്ചയവും, പ്രൗഢഗംഭീരമായ വത്തിക്കാൻ സ്ക്വയർ, ഇവയാണ് വത്തിക്കാനിലേക്ക് ജനലക്ഷങ്ങളെ ആകർഷിക്കാൻ കാരണം. ഒരു സ്വകാര്യ ടൂർ കമ്പനിയുടെ UK, യൂറോപ്പ് ടൂറിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ വത്തിക്കാനിലെത്തിയത്. ഇറ്റലിയിലെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ച് ഒരു ബുധനാഴ്ചയാണ് ഞങ്ങൾ വത്തിക്കാനിലേക്ക് കടന്നു ചെന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും അക്രൈസ്തവർ ആയിരുന്നുവെങ്കിലും അവർക്ക് വത്തിക്കാൻ സന്ദർശിക്കാനുള്ള താല്പര്യവും സന്തോഷവും എന്നിൽ അഭിമാനവും അത്ഭുതവും ഉളവാക്കി. മാർപ്പാപ്പ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലേക്കുള്ള പാസ് ഞങ്ങളുടെ ടൂർ മാനേജർ തലേ ദിവസം തന്നെ സംഘടിപ്പിച്ചിരുന്നു. ജിയാൻ ലോറൻസോ ബെർണിനി എന്ന വിശ്വപ്രസിദ്ധ കലാകാരൻ 1667-ൽ പണി പൂർത്തിയാക്കിയ കൊളോണേഡ്സിലൂടെയാണ് ഞങ്ങൾ വത്തിക്കാൻ സ്ക്വയറിലേക്ക് പ്രവേശിച്ചത്. അർദ്ധവൃത്താകൃതിയിൽ സ്ക്വയറിൻ്റെ 2 വശത്തായി വത്തിക്കാൻ്റെയും ഇറ്റലിയുടെയും അതിർത്തി പങ്കിട്ടുകൊണ്ടാണ് ഈ ഭീമൻ നിർമ്മിതി നിൽക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണ വൈഭവം നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. 16 മീറ്റർ ഉയരമുള്ള 284 ഭീമൻ തൂണുകളുടെ 4 നിരയാണ് ഈ കൊളോണേഡ്സ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ തൂണുകൾ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ കാഴ്ച മറയ്ക്കുന്ന ഒരു മതില് പോലെയാണ്. എന്നാൽ ചതുരത്തിൻ്റെ പ്രത്യേകം അടയാളപ്പെടുത്തിയ സ്ഥലത്ത് നിന്ന് നോക്കിയാൽ 4 നിര തൂണുകളിൽ 1 നിര മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. പോപ്പ് അലക്സാണ്ടർ 7-ൻ്റെ കാലത്താണ് ബെർണിനി ഈ സ്ക്വയർ നിർമ്മിച്ചത്. 320 മീറ്റർ നീളവും 240 മീറ്റർ വീതിയുമുള്ള ഈ ചതുരത്തിൽ ഏതാണ്ട് 3 ലക്ഷം ആൾക്കാർക്ക് നിൽക്കാൻ സാധിക്കും. സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ മുൻവശത്തായാണ് ഈ സ്ക്വയർ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ കൊളോണേഡ്സിന് മുകളിൽ 140 വിശുദ്ധന്മാരുടെ രൂപങ്ങൾ ഈ ചത്തുരത്തിന് കാവൽ നിൽക്കുന്നത് പോലെ തോന്നും.
ഈ ചത്തുരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി 3 വർഷം കഴിഞ്ഞപ്പോൾ ബെർണിനി 82-ാം വയസ്സിൽ നിര്യാതനായി. ഞങ്ങൾ വത്തിക്കാൻ ചത്തുരത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ജനകോടികളുടെ ആത്മീയ ആചാര്യൻ മാർപ്പാപ്പായുടെ സാന്നിധ്യത്തിൽ ഒരു ചടങ്ങ് നടക്കുകയായിരുന്നു. സത്യത്തിൽ എനിക്ക് ജന്മസാഫല്യം കിട്ടിയ ഒരു സമയമായിരുന്നു അത്. എല്ലാ ബുധനാഴ്ചയും മാർപ്പാപ്പ പങ്കെടുക്കുന്ന ഇതുപോലെയുള്ള പൊതുപരിപാടികൾ അവിടെ നടക്കാറുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കസാക്കിസ്ഥാൻ പര്യടനം കഴിഞ്ഞുള്ള ആദ്യ പൊതുപരിപാടിയായിരുന്നു അത്. ആ സന്ദർശനത്തിൻ്റെ വിവരങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. ഇരുന്നാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. മാർപ്പാപ്പയുടെ പ്രസംഗം ഉടൻ തന്നെ ഒരു ആർച്ച് ബിഷപ്പ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുന്നുണ്ട്. മറ്റു പല ബിഷപ്പുമാരും മാർപ്പാപ്പയുടെ സമീപത്തിരിക്കുന്നുണ്ട്. ഓഡിയൻസായി ചത്തുരത്തിൽ ഏതാണ്ട് 10,000-ൽ പരം ആൾക്കാർ കസേരയിൽ ഇരിക്കുന്നുണ്ട്. 10:30 ചടങ്ങ് കഴിഞ്ഞെങ്കിലും സ്റ്റേജിന് മുമ്പിലിരുന്ന ഏതാണ്ട് 200 നവവധൂവരന്മാർ മാർപ്പാപ്പയുടെ അനുഗ്രഹത്തിനായി സ്റ്റേജിലേക്ക് വരിവരിയായി കടന്നു ചെന്നു. മാർപ്പാപ്പ അവരെയെല്ലാം വ്യക്തിപരമായി ആശീർവദിക്കുന്നത് കണ്ടു. ചത്തുരത്തിൻ്റെ നടുക്കുള്ള ഈജിപ്ഷ്യൻ സ്മാരക സ്തംഭം ചരിത്ര കുതുകികൾക്ക് അത്ഭുതമുളവാക്കുന്ന ഒരു നിർമ്മിതിയാണ്. BC 30-ൽ ഈജിപ്തിലെ ഒരു ഫറവോയാണ് ഇത് നിർമ്മിച്ചത്. ഹെലിയോപോളിസിൽ സ്ഥാപിച്ചിരുന്ന ഈ ശില പിന്നീട് മെഡിറ്ററേനിയൻ തീരത്തുള്ള അലക്സാണ്ട്രിയയിലുള്ള ജൂലിയൻ ഫോറത്തിലേക്ക് അഗസ്റ്റസ് ചക്രവർത്തി മാറ്റി. AD 37-ൽ കാളിഗുല ചക്രവർത്തി ഇത് റോമിലേക്ക് കപ്പൽ കയറ്റി. അത് സ്ഥാപിച്ചിരുന്ന കാളിഗുല സർക്കസ് പിന്നീട് ന്യൂറോ സർക്കസ് ആയി അറിയപ്പെട്ടു. ഇപ്പോഴത്തെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അടിയിലായിരുന്നു അതിൻ്റെ സ്ഥാനം. AD 64-ൽ ക്രൈസ്തവ സമൂഹത്തെ കൂട്ടക്കൊലയ്ക്കിരയാക്കിയ ഒരു വേദിയായിരുന്നു ഇത്. അപ്പസ്തോലനായ വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ് എന്നിവർ കൊല ചെയ്യപ്പെട്ടത് ഇവിടെ വച്ചായിരുന്നു. തുടർന്ന് ഏതാണ്ട് 1500 വർഷം സ്തംഭം അവിടെ നിന്നു. 1586-ൽ പോപ്പ് സിക്സ്റ്റസ് 5-ാമൻ ഈ സ്തംഭം ഇപ്പോഴത്തെ സ്ഥലത്തേക്ക് മാറ്റി. 25 മീറ്റർ ഉയരമുള്ള സ്തംഭം 16 മീറ്റർ ഉയരമുള്ള പീഠത്തിൽ സ്ഥാപിച്ചു. 326 ടൺ ഭാരമുള്ള ഈ റെഡ് ഗ്രാനൈറ്റ് സ്തംഭം ഉയർത്താൻ 900 ആൾക്കാർ, 140 കുതിരകൾ 5 മാസം അധ്വാനിക്കേണ്ടി വന്നു. 2 ഗ്രാനൈറ്റ് ഫൗണ്ടനുകളാണ് സ്ക്വയറിലുള്ളത്. സ്തംഭത്തിൻ്റെ വടക്കുവശത്തുള്ള ഫൗണ്ടൻ 1612-14-ൽ പോപ്പ് പോൾ 5-ാമൻ്റെ നിർദ്ദേശപ്രകാരം കാർലോ മഡേണോ ആണ് നിർമ്മിച്ചത്. തെക്കുവശത്തുള്ള ഫൗണ്ടൻ 1667-77-ൽ പോപ്പ് ക്ലമൻ്റ് 10-ാമൻ നിർദ്ദേശിച്ച പ്രകാരം ബെർണിനി നിർമ്മിച്ചതാണ്. ഇവ രണ്ടും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് പ്രവർത്തിക്കുന്ന ഫൗണ്ടനുകളാണ്. വത്തിക്കാൻ ചത്തുരത്തിൽ നിന്ന് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്കുള്ള ഒരു ക്യൂവിൽ ഞങ്ങൾ 10 മണി മുതൽ നിൽക്കുകയായിരുന്നു. ഏതാണ്ട് 11:30 ഞങ്ങളെ ബസിലിക്കയിലേക്ക് കടത്തിവിട്ടത്. യഥാർത്ഥത്തിൽ നമ്മൾ കാഴ്ചകളിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. വത്തിക്കാനിലെ കാഴ്ചകളുടെ ഒരു ക്ലൈമാക്സ് ആണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. അന്യാദൃശ്യമായ ഒരു നിർമ്മിതിയാണിത്. ഉള്ളിൽ കടന്ന് എവിടേക്ക് നോക്കിയാലും നമ്മൾ അത്ഭുത പരവശരാകും. വശങ്ങളിലെയും മുൻപിലെയും മുകളിലത്തെയും കാഴ്ചകൾ കണ്ട് നമ്മൾ ക്ഷീണിച്ച് തറയിലേക്ക് നോക്കുമ്പോൾ അവിടെയും നമ്മളെ കാത്തിരിക്കുന്നത് വിസ്മയം തന്നെ. എങ്ങോട്ട് നോക്കിയാലും നമുക്ക് ഫോട്ടോ എടുക്കണമെന്ന് തോന്നും. ഇതുപോലൊരു കലാവിരുന്നൊരുക്കിയ ഒരു ആരാധനാലയം ലോകത്ത് മറ്റൊരിടത്തും കാണില്ല. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക 4-ാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തി മഹാനായ കോൺസ്റ്റന്റൈൻ നിർമ്മിച്ചതാണ്. പുതിയ ബസിലിക്കയുടെ പദ്ധതികൾ 15-ാം നൂറ്റാണ്ടിൽ പോപ്പ് നിക്കോളാസ് 5-ാമൻ, പോപ്പ് ജൂലിയസ് 2-ാമൻ എന്നിവർ തുടങ്ങി വച്ചെങ്കിലും 1506-ലാണ് പണികൾ തുടങ്ങിയത്. 120 വർഷമെടുത്ത് 1626-ലാണ് പോപ്പ് ഉർബൻ 8-ാമൻ ബസിലിക്ക ആശീർവദിച്ചത്. ഈ പ്രോജക്റ്റിൻ്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്ട് ഡൊണാറ്റോ ബ്രഹ്മാൻഡെ എന്ന വിശ്വവിഖ്യാതനായ കലാകാരനാണ്. എന്നാൽ ബസിലിക്കയുടെ പണി 1506-ൽ തുടങ്ങിയെങ്കിലും 1514-ൽ അദ്ദേഹം 70-ാം വയസ്സിൽ നിര്യാതനായി. തുടർന്ന് അന്റോണിയോ സാങ്കലോ, ജിയോക്കോണ്ട, റാഫേൽ, ഡെല്ല പോർട്ട, കാർലോ മഡേണോ, ബെർണിനി, മൈക്കിൾ ആഞ്ചലോ തുടങ്ങിയ 15-ൽ പരം അനുഗ്രഹീത കലാകാരന്മാരാണ് ഈ നിർമ്മിതിയെ അണിയിച്ചൊരുക്കിയത്. ഇതിൽ മൈക്കിൾ ആഞ്ചലോയാണ് ദീർഘവർഷങ്ങൾ ഈ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. 1564-ൽ 88-ാമത്തെ വയസ്സിൽ അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞപ്പോൾ പിയാത്ത സിസ്റ്റൈൻ ചാപ്പൽ പെയിൻറ്റിംഗ് തുടങ്ങിയ പ്രധാനപ്പെട്ട പല സൃഷ്ടികളും പൂർത്തിയാക്കിയിരുന്നു.
അതുപോലെ ബസിലിക്കയുടെ താഴികക്കുടത്തിൻ്റെ ഭൂരിപക്ഷം പണികളും മൈക്കൽ ആഞ്ചലോ പൂർത്തിയാക്കിയിരുന്നു. ബസിലിക്കയ്ക്ക് 220 മീറ്റർ നീളവും 150 മീറ്റർ വീതിയുമുണ്ട്. താഴികക്കുടത്തിൻ്റെ വ്യാസം 42 മീറ്റർ, പൊക്കം 136 മീറ്റർ. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് ഏതാണ്ട് 25-ൽ പരം ഉപ അൾത്താരകളും ചാപ്പലുകളുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മാർപ്പാപ്പ കുർബാന അർപ്പിക്കുന്ന ആൾട്ടർ ഓഫ് കൺഫഷനാണ്. സെന്റ് പീറ്ററിൻ്റെ ശവകുടീരം അതിന് താഴെയാണ്. ഈ അൾത്താരയ്ക്ക് മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന മേൽക്കൂര ബെർണിനി നിർമ്മിച്ചതാണ്. ബ്രോൺസിൽ നിർമ്മിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മിതിയാണിത്. ഇപ്പോൾ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ വത്തിക്കാനിൽ പൂർത്തിയായിരിക്കുകയാണ്. 5 കോടിയിൽ പരം രൂപ ചെലവ് ചെയ്ത് ഒരു സ്വകാര്യ സംഘടന ചാരിറ്റിയായി അത് ചെയ്യുകയായിരുന്നു. ഏതാണ്ട് 90-ൽ പരം മാർപ്പാപ്പമാരെ അടക്കിയിരിക്കുന്നത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ്. സെന്റ് സെബാസ്റ്റ്യൻ അൾത്താരയിൽ അടക്കിയിരിക്കുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ്റെ കബറിടത്തെങ്കിലേക്ക് വലിയ ജനപ്രവാഹമാണ്. മൈക്കൽ ആഞ്ചലോയുടെ പിയത്ത സ്ഥാപിച്ചിരിക്കുന്നതും ഈ ബസിലിക്കയുടെ ഒരു ഭാഗത്താണ്. അദ്ദേഹം ഒപ്പിട്ടിരിക്കുന്ന ഏക സൃഷ്ടിയും പിയാത്തയാണ്. അദ്ദേഹത്തിന് 24 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് പിയത്ത നിർമ്മിച്ചത്. വത്തിക്കാൻ മ്യൂസിയത്തിൻ്റെ ഒരു ഭാഗമാണ് സിസ്റ്റൈൻ ചാപ്പൽ. മൈക്കൽ ആഞ്ചലോയുടെ ചുവർ ചിത്രങ്ങളാൽ വളരെ പ്രസിദ്ധമാണ് സിസ്റ്റൈൻ ചാപ്പൽ. അതിൻ്റെ എല്ലാ വശങ്ങളിലും ആ വിശ്വപ്രസിദ്ധ കലാകാരൻ വർണ്ണപ്രപഞ്ചമാണ് വിരിയിച്ചിരിക്കുന്നത്. മാർപ്പാപ്പയുടെ സ്വകാര്യ ചാപ്പലെന്ന് വേണമെങ്കിൽ ഈ സിസ്റ്റൈൻ ചാപ്പലിനെ പറയാം. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനായി കർദിനാളന്മാർ സമ്മേളിക്കുന്നത് ഈ സിസ്റ്റൈൻ ചാപ്പലിലാണ്. 1481-ൽ പോപ്പ് സിക്സ്റ്റസ് IV പണിതീർത്ത ഈ ചാപ്പലിൽ 1508-12 കാലഘട്ടത്തിലാണ് മൈക്കൽ ആഞ്ചലോ ചുവർ പെയിൻറ്റിങ് നടത്തിയത്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മൈക്കൽ ആഞ്ചലോ തിരിച്ചു വന്ന് 1541-ൽ പൂർത്തിയാക്കിയതാണ് ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്. അൾത്താരയിലാണ് ഇത് വരച്ചിരിക്കുന്നത്. മനുഷ്യഭാവനയുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും കലാനിപുണതയുടെയും കഠിനാധ്വാനത്തിൻ്റെയും അവസാന വാക്കായി ഈ നിർമ്മിതിയെ ലോകം വിലയിരുത്തുന്നു. വത്തിക്കാൻ മ്യൂസിയം ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം കോംപ്ലക്സുകളിൽ ഒന്നാണ്. മനുഷ്യഭാവനയിലേക്കും ആധ്യാത്മികതയിലേക്കും ചരിത്രത്തിലേക്കും അവിസ്മരണീയമായ ഒരു യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മനസ്സ് നിറയ്ക്കുന്ന ഒന്നാണ് മ്യൂസിയം കാഴ്ച. വിശ്വപ്രസിദ്ധ കലാകാരന്മാരായ മൈക്കൽ ആഞ്ചലോ, റാഫേൽ, ഡാവിഞ്ചി, കാരാവാഗിയോ എന്നിവരുടെ ചിത്രങ്ങൾ, കൊത്തുപണികൾ, അലങ്കാര വസ്തുക്കൾ ഇവ കൂടാതെ അസംഖ്യം പുരാവസ്തുക്കൾ ഇവയാൽ സമൃദ്ധമാണ് വത്തിക്കാൻ മ്യൂസിയം. ഏത് യാത്രയിലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നുണ്ടാകും. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക സന്ദർശനം കഴിഞ്ഞ് ഞാൻ പുറത്തേക്കുള്ള വാതിലിനരികിൽ കൂടെയുള്ള സഹയാത്രികരെ കാത്തിരിക്കുകയായിരുന്നു. അതിൻ്റെ വാതിലിനോട് ചേർന്ന് ഭിത്തിയിലുള്ള മാർബിൾ ഫലകത്തിൽ കുറേ പേരുകൾ കൊത്തിവെച്ചിരിക്കുന്നു. ഇതിൽ ഇന്ത്യക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് കൂടെ ഇരുന്നവരോട് പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, പാലാ പിതാവായിരുന്ന വയലിൽ തിരുമേനിയുടെയും ചങ്ങനാശ്ശേരി കാവുകാട്ട് പിതാവിൻ്റെയും പേർ അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടു. 1962-65-ലെ 2ാം വത്തിക്കാൻ സൂനോദോസിൽ പങ്കെടുത്തവരുടെ ലിസ്റ്റാണത്. ജോൺ 23-ാമൻ മാർപ്പാപ്പ, പോൾ 6-ാമൻ മാർപ്പാപ്പ എന്നിവരുടെ കാലത്തായിരുന്നു ഈ മഹാസമ്മേളനം. മലയാളികൾക്കും സീറോ മലബാർ വിശ്വാസികൾക്കും അതിലുപരി ചങ്ങനാശ്ശേരി അതിരൂപത അംഗമായ എനിക്കും അഭിമാനത്തിൻ്റെ നിമിഷങ്ങൾ ഇത് സമ്മാനിച്ചു. വത്തിക്കാനിലെ കാഴ്ചകളുടെ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ സ്വിസ് ഗാർഡുകളെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തിൻ്റെ പട്ടാളക്കാർ. മാർപ്പാപ്പയുടെയും അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തിൻ്റെയും സംരക്ഷണമാണ് സ്വിസ് ഗാർഡുകൾ വഹിക്കുന്നത്. കൂടാതെ മാർപ്പാപ്പയുടെ യാത്രയിലും മതപരമായ ആഘോഷങ്ങളിലും ഇവർ സംരക്ഷണത്തിൻ്റെ കവചം തീർക്കുന്നു. ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള മിലിറ്ററികളിൽ ഒന്നാണ് 1506-ൽ ജൂലിയസ് രണ്ടാമൻ മാർപ്പാപ്പ സ്ഥാപിച്ച ഈ പട്ടാള യൂണിറ്റ്. 140-ൽ താഴെയാണ് ഇതിൻ്റെ അംഗസംഖ്യ. സ്വിറ്റ്സർലൻഡ് ആർമിയിൽ പരിശീലനം നേടിയ 30 വയസ്സിൽ താഴെയുള്ള അവിവാഹിതരായ പുരുഷന്മാരെയാണ് സ്വിസ് ഗാർഡിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. മിനിമം ഉയരം 174 സെൻറ്റിമീറ്ററാണ്. ആകർഷകമായ യൂണിഫോമിനാൽ വത്തിക്കാൻ സന്ദർശകരുടെ സവിശേഷ ശ്രദ്ധ പതിയുന്ന ഒരു വിഭാഗമാണ് സ്വിസ് ഗാർഡ്. വത്തിക്കാൻ സന്ദർശനം ഏതൊരു വ്യക്തിക്കും സന്തോഷം തരുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ ആമുഖത്തിലെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ആവശ്യമായ ഹോംവർക്കോടെ വത്തിക്കാനിലേക്ക് കടന്നു ചെല്ലുന്നതാണ് അഭികാമ്യം. ഏതാണ്ട് ഒരു ദിവസം
സമയം കിട്ടിയാൽ വത്തിക്കാൻ സന്ദർശനം ഫലപ്രദമായി നമുക്ക് നടത്താനായിട്ട് സാധിക്കും. എന്നാൽ ഗ്രൂപ്പ് ടൂറുകളുടെ ഭാഗമായി അവിടേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്കിതിനാവശ്യമായിട്ടുള്ള സമയം പലപ്പോഴും കിട്ടാതെ പോകും. മാർപ്പാപ്പയുടെ പൊതുപരിപാടികളുള്ള ദിവസം തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അതുപോലെ തന്നെ വത്തിക്കാനിലെ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു ഗൈഡിൻ്റെ സേവനവും വളരെ അത്യാവശ്യമാണ്. വത്തിക്കാൻ ഇതുവരെ സന്ദർശിക്കാത്തവർക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് കടന്നു ചെല്ലുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ വത്തിക്കാൻ സന്ദർശനം നടത്തിയിട്ടുള്ളവർക്ക് അവരുടെ അനുഭവങ്ങൾക്ക് കൂടുതൽ മിഴിവ് നൽകുവാൻ ഈ യാത്രാ വിവരണം ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.